ഹലോ സ്റ്റുഡൻസ്, എന്റെ പേര് വീണ ആൻഡ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിന്റെ പേരാണ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണ്. ബട്ട് ഇന്റഗ്രേറ്റഡ് എന്നും കൂടെ വരുമ്പോൾ ഇതെന്താണ്? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ കമ്പനി അവരുടെ കസ്റ്റമേഴ്സിലേക്ക് അവരുടെ ബ്രാൻഡിന്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടെക്സ്റ്റൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് അതേക്ക് പാസ് ചെയ്യുന്നതോ അല്ലെ കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ചാനൽസ് യൂസ് ചെയ്യുമോ അതിനെയെല്ലാം മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടൂൾസ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ബട്ട് ഇന്റഗ്രേറ്റഡും കൂടെ വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇന്റഗ്രേറ്റഡ് മീൻസ് ടു യൂണിഫൈ അല്ലെങ്കിൽ ടുഗെദർ, എല്ലാം കൂടെ ഒരുമിപ്പിക്കുക എന്നുള്ളത് അർത്ഥമാണ് ഇന്റഗ്രേറ്റഡ് എന്ന് വരുമ്പോൾ. അപ്പോൾ ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഈ ചാനൽസ് എല്ലാം കൂടെ ഒരുമിപ്പിച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആകുന്നത്. സോ ബേസിക്കലി നമ്മുടെ ചാപ്റ്ററിനെ പറ്റി ആസ് ഓഫ് നൗ നമ്മൾ ഇത്രയും മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സോ ഇതൊരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആണ്. നമ്മളുടെ സിലബസ്, നമ്മളുടെ സബ്ജക്റ്റിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമാവും നമ്മളിവിടെ ചെയ്യാം. സോ ലെറ്റ്സ് ഹോപ്പ് ഇൻ ടു ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം നമ്മുടെ സബ്ജക്റ്റിൽ എത്ര ബ്ലോക്സ് ഉണ്ടാവും അല്ലെങ്കിൽ എത്ര മൊഡ്യൂൾസ് ഉണ്ട് നമുക്ക് പഠിക്കാനെന്ന്. നമുക്ക് 4 ബ്ലോക്സ് ആണുള്ളത്. First of all, block number 1, Introduction to Integrated Marketing Communication ആണ്. Block number 2, Advertising Campaign Planning and Execution ആണ്. Block 3, Marketing Communication Mix ആണ്. And block number 4, Strategies for IMC ആണ്. So, introductory പാർട്ടില് നമ്മൾ IMCയുടെ ഫൗണ്ടേഷൻ ആയിരിക്കും ബിൽഡ് ചെയ്യുക. അതായത് കോർ കൺസെപ്റ്റ്, IMC എന്താണ്, IMC ബാക്കിയുള്ള മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് പോലെ ഉള്ളതിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറെന്റ് എന്നൊക്കെ ഉള്ളൊരു കാര്യമായിരിക്കും നമ്മൾ നോക്കാൻ പോവുക. അതേപോലെ ബ്ലോക്ക് നമ്പർ 2 അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ. അഡ്വർടൈസിംഗ് അതൊരു IMCയുടെ പാർട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ പ്ലാനിങ് എന്താണ്, അതിന്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ പ്രോസസ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ബ്ലോക്ക് നമ്പർ 2 എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് നമ്പർ 3 മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ആണ്. 11th 12th ഓൾറെഡി കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവര് അല്ലെങ്കിൽ കൊമേഴ്സ് ഗ്രാജുവേറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഓൾറെഡി മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ആയിട്ടൊരു ഓൾറെഡി ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാവും ടേംസിൽ. ദെൻ ബ്ലോക്ക് നമ്പർ 4 സ്ട്രാറ്റജീസ് ഫോർ IMC. എന്തൊക്കെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്ലാൻസ് ആൻഡ് ഡിസിഷൻസ് ആണ് നമ്മുടെ IMCയിൽ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതാണ് അവിടെ പറയുന്നത്. സോ നമുക്കിനി ബ്ലോക്ക് വൈസ് ഉള്ള ഏതൊക്കെ യൂണിറ്റ്സ് ആണ് ഈച്ച് ബ്ലോക്സിൽ വരുന്നതെന്ന് നോക്കാം. ബ്ലോക്ക് നമ്പർ 1 is Introduction to Integrated Marketing Communication. സോ അതിൽ യൂണിറ്റ് നമ്പർ 1 വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു IMC തന്നെയാണ്. യൂണിറ്റ് നമ്പർ 2 വരുന്നത് ഡിജിറ്റൽ എറ, ഇന്റഗ്രേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താണെന്ന് നോക്കാം. സോ ഇൻട്രൊഡക്ഷൻ IMCയിൽ പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസെപ്റ്റ് ഓഫ് IMC ആണ്. ഇപ്പൊ ഇത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് എന്താണ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, അത് ഹൗ ഇസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം നോർമൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ അതിന്റെ സ്റ്റെപ്സ് എന്താണ്, അതിന്റെ പ്രോസസ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് ഒരു കമ്പനിയിലെ എന്ത് IMC ആണ് അല്ലെങ്കിൽ എന്തിനെ ബേസ്ഡ് ആയിട്ടുള്ള IMC ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ അവിടെയാണ് പഠിക്കാൻ പോവുക. നെക്സ്റ്റ് തിങ് ഇസ് സിഗ്നിഫിക്കൻസ് ഓഫ് പ്രൊമോഷൻ മിക്സ് ഇൻ IMC സ്കീം. അതായത് നമ്മൾ പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്ന അത് മാർക്കറ്റിംഗ് മിക്സിലെ തന്നെ ഒരു പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത് ഒരു ആണ്. നമ്മൾ 4 P's ആണുള്ളത്. അതിൽ ഒരു ആണ് പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് നമ്മളുടെ IMC ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കീമിൽ വരിക, അതിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്, പിന്നെ ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ പ്രൊമോഷൻ മിക്സിൽ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 1 പറയുന്നത്. സോ യൂണിറ്റ് നമ്പർ 2 പോവാം. യൂണിറ്റ് നമ്പർ 2 നമ്മൾ ഡിജിറ്റൽ എറ, ഇന്റഗ്രേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഡിജിറ്റൽ എറ എന്താണ്? അപ്പൊ ഈ ഒരു കാലഘട്ടം, എറ മീൻസ് കാലഘട്ടം, ഡിജിറ്റൽ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈവൻ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ, ഈ ഒരു പ്ലാറ്റ്ഫോം, നിങ്ങൾ ലേൺ വൈസിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു വീഡിയോ ലെക്ചേഴ്സ് കാണുന്നത് തന്നെ ഡിജിറ്റൽ എറയുടെ ഒരു എവല്യൂഷൻ തന്നെയാണ് അല്ലെ.
അപ്പോ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇന്റഗ്രേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഈ ഒരു ഡിജിറ്റൽ എറയുടെ അകത്ത് നമ്മൾ IMC ആപ്ലിക്കേഷൻ വരിക എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നോക്കുക. സോ അതിന്റെ മെയിൻ ക്യാരക്ടറൈസ്റ്റിക്സ് ഉണ്ട്, പിന്നെ യുണീക്നെസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. പിന്നെ വെബ്സൈറ്റ് ആസ് എ മാർക്കറ്റിംഗ് ടെക്നിക്. വെബ്സൈറ്റ് ആസ് എ മാർക്കറ്റിംഗ് ടെക്നിക് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ പല സെർച്ചസിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ സെർച്ച് ബാറിന്റെ സൈഡിലായിട്ടും അതേപോലെ ഓരോ പോപ്പപ്സ് ഒക്കെ വന്നിട്ട് റെക്കമെൻഡഡ് നമ്മൾ ഓരോ മാർക്കറ്റിംഗിന്റെ ഒക്കെ ഇപ്പം വീഡിയോ ആയാലും അഡ്വർടൈസ്മെന്റ്സ് ആയാലും കാണുന്നത്. സോ അതാണ് വെബ്സൈറ്റ് ആസ് എ മാർക്കറ്റിംഗ് ടെക്നിക് പറയുന്നത്. നമ്മുടെ ഓൺ വെബ്സൈറ്റ്സിൽ നമ്മുടെ തന്നെ പ്രൊഡക്ട്സിന്റെ ഡിസ്പ്ലേ കാണും. ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ആയി പോകുന്ന സാധനമായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് വെക്കുന്നത്. സോ ദാറ്റ് നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതൽ അട്രാക്റ്റഡ് ആയിരിക്കണം എന്നുള്ളൊരു താല്പര്യത്താൽ. നെക്സ്റ്റ് വൺ ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SEO ആൻഡ് കണ്ടന്റ് മാർക്കറ്റിംഗ്. സോ SEO എന്താണെന്ന് പിന്നീട് പറയാം. കണ്ടന്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്, യൂസ് ചെയ്യുന്ന യൂത്ത് ആയിട്ട് കണ്ടന്റ് മാർക്കറ്റിംഗ് നമ്മൾ മോസ്റ്റ്ലി കണ്ടിട്ടുണ്ട്. ഇപ്പം യൂട്യൂബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്കും ആവാം, അവിടെയൊക്കെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അതിന്റെ പ്രോസും കോൺസും ബെനിഫിറ്റ്സും അതിന്റെ അല്ലാതെ ഡിമെറിറ്റ്സും ഒക്കെ ആയിട്ട് അവർ പറയുന്നത്. ബെനിഫിറ്റ്സ് കൂടുതൽ അവർ എടുത്തു പറയും ആൻഡ് അവര് അതിന്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രൂഫും കൊടുക്കും. ഇത്ര ടെസ്റ്റഡ് ആണ്, ഞങ്ങളുടെ എല്ലാ പ്രൊഡക്റ്റും ആനിമൽ ക്രുവൽറ്റി ഫ്രീ ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി അവർ പറയും. സോ അതെന്താണ്, നമ്മൾ യങ് ജനറേഷൻ കുറച്ചുകൂടെ ടെക്നോളജി അല്ലെങ്കിൽ നോളജ് വൈസ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. പ്രോമിസിങ് ആയിട്ടുള്ളൊരു വിശ്വസ്തതയുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നും. അപ്പൊ നമ്മളത് വാങ്ങാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. വാട്ട് അബൌട്ട് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. വാട്ട് ഈസ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ? സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു കോഴ്സിനെ പറ്റി നിങ്ങൾ ഇപ്പൊ ഗൂഗിളിൽ വല്ലതും സെർച്ച് ചെയ്യാണെന്ന് വെച്ചോ, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കോഴ്സ് എന്തെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ സ്പോൺസേർഡ് എന്ന് പറഞ്ഞ കുറെ ലിങ്ക്സ് വരും. നമ്മളുടെ ടെൻഡൻസി ടു ക്ലിക്ക് ഓൺ ദ ഫസ്റ്റ് ലിങ്ക് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പൊ കൂടുതലായിട്ട് വിസിറ്റഡ് ആയിട്ടുള്ള പേജസിൽ നമുക്ക് കസ്റ്റമേഴ്സിന്റെ വോള്യൂം കൂടുതലായിരിക്കും. അത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പം കസ്റ്റമേഴ്സിനെ ആയിട്ട് കൺവേർട്ട് ഒരു വിസിറ്ററിനെ കസ്റ്റമർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറെ പ്രോസസ്സും ഉണ്ട്. ബട്ട് ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത എവിടെയാണ്? ഫസ്റ്റ് ലിങ്കിന് തന്നെയാണ്. സോ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ കീവേഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളുടെ സൈറ്റിനെ ഫസ്റ്റ് പ്രിഫറൻസിൽ കൊണ്ടുവരിക, സെർച്ച് ബാറിൽ ഫസ്റ്റ് പ്രിഫറൻസ് സെർച്ച് റിസൾട്ട്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ഡിജിറ്റൽ എറ ഇന്റഗ്രേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഒരു ആസ്പെക്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനല്ല, നമ്മൾ എപ്പോഴും യൂട്യൂബ് കാണുന്നവരും ഒക്കെ തന്നെയാണ്. യൂട്യൂബിലൊക്കെ ആഡ്സ്, കുറെ വെബ്സൈറ്റ്സ്, പ്രമോഷൻസ് നമ്മൾ സ്ഥിരം കാണും. അത് ഫ്രം ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ് തൊട്ട് നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ആഡ് വരെ ആയിക്കോട്ടെ, എല്ലാം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആൻഡ് അതിന്റെ ആപ്ലിക്കേഷന്റെ ഒരു ഭാഗം തന്നെയാണ്. സോ ഇറ്റ്സ് വെരി ഈസി ടു റിലേറ്റ്. നമ്മുടെ ഡെയിലി നമ്മൾ കണ്ടുവരുന്നത് ഉപയോഗിക്കുന്ന കാര്യങ്ങളിലും ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സബ്ജക്റ്റിലെ എല്ലാ ആസ്പെക്ട്. നെക്സ്റ്റ് വൺ ഇസ് ബ്ലോക്ക് നമ്പർ 2, അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ. സോ ഇതിന്റെ ആസ്പെക്ട് നമുക്കറിയാം. അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ എന്താണ്? വേറെ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ അഡ്വർടൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിസിഷൻസ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ബ്ലോക്ക് നമ്പർ 2 പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് യൂണിറ്റ് നമ്പർ 3, ACP, അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ പ്ലാനിംഗ് തന്നെയാണ് ACP. സോ സ്ട്രാറ്റജിക് കൺസിഡറേഷൻ. സ്ട്രാറ്റജിക് കൺസിഡറേഷൻ എന്താണ്? സ്ട്രാറ്റജിക് കൺസിഡറേഷൻ വേറെ ഒന്നുമല്ല, നമ്മൾ കമ്പനിക്ക് ഒരു ഡിസിഷൻ, അതായത് ഒരു മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റിന്റെ കണ്ടിന്യൂറ്റിയെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കണ്ടിന്യൂറ്റിയെ ചോദ്യം വരുന്ന ഒരു കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. സോ ടോപ്പ് ആൻഡ് മാനേജ്മെന്റിന് ഇപ്പോഴും അവരുടെ പ്രൊഡക്ട്സിന്റെ പെർഫോമൻസ് ബേസ് ചെയ്ത് ഭയങ്കര ഇമ്മൻസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണം. ആ സ്ട്രാറ്റജിക് ഡിസിഷൻ കൺസിഡറേഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് കൺസിഡറേഷൻ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
ഒരു ചെറിയ ഡിസിഷൻ നമ്മുടെ ഹോൾ കമ്പനിയുടെ വാല്യൂവിനെ ഫുള്ള് മാറ്റിമറിക്കാനുള്ള ഒരു കഴിവുണ്ട്. റൈറ്റ് ഫ്രം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതായിക്കോട്ടെ, പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആയി പോകുന്ന കാര്യമായിക്കോട്ടെ, എല്ലാത്തിലും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. സോ ഇവിടെ എന്തൊക്കെയാ പഠിക്കുന്നത് നോക്കാം. നമ്മൾ ACP സ്ട്രാറ്റജിക് കൺസിഡറേഷന്റെ ടൈപ്സ് പഠിക്കുന്നുണ്ട്, സ്റ്റെപ്സ് പഠിക്കുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡ്വർടൈസിങ് ക്യാമ്പയിൻസ്, എങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ ചെയ്യുക, അതിന്റെ ഏതൊക്കെ ടൈപ്പ് ആണ് എന്നുള്ളത് പഠിക്കുന്നുണ്ട്. കൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജി ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രൊമോഷൻ മിക്സ്, നമ്മൾ പറഞ്ഞ തന്ത്രപരമായി എങ്ങനെ ഡിസിഷൻ എടുക്കാം ഈ ഒരു അഡ്വർടൈസിംഗിന്റെ ഭാഗമായിട്ട് എന്നുള്ളത്. പ്രൊമോഷൻ മിക്സിനെ പറ്റി പറയുന്നുണ്ട്. പ്രൊമോഷൻ മിക്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് ഫർദർ. സ്ട്രാറ്റജിക് കൺസിഡറേഷൻസ് ഇൻ അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ പ്ലാനിങ്, നമ്മളുടെ ഡിസിഷൻസ് എങ്ങനെയാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയി വരിക നമ്മളുടെ അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ പ്ലാനിങ്ങിൽ എന്നാണ്. കാരണം പല കമ്പനീസിനും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുന്നത് സ്ലോഗൻസും ഐഡിയോളജീസും ഒക്കെ ഉണ്ട്. അപ്പൊ അവർ അതൊക്കെ പ്രൊമോട്ട് ചെയ്യാറുമുണ്ട്. യൂണിറ്റ് നമ്പർ 4 ACP ക്രിയേറ്റീവ് കൺസിഡറേഷൻ. വാട്ട് ഡു മീൻ ബൈ ക്രിയേറ്റീവ് കൺസിഡറേഷൻ? നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് തോട്ട്ഫുൾ ആയിട്ടുള്ള ഓരോ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് ഡയറക്ട്ലി വെറുതെ പറഞ്ഞു പോവാണെങ്കിൽ ആരും നോട്ടീസ് ചെയ്യത്തില്ല. എന്താണ് കസ്റ്റമേഴ്സ് ഓർക്കുക? എല്ലാ പ്രൊഡക്റ്റ് പോലെയും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ, എല്ലാവർക്കും. ബട്ട് അതല്ല, നമ്മൾ എപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് ആയിട്ട്, അതും നല്ല ക്രിയേറ്റീവ് ആയിട്ടും നല്ല എസ്തെറ്റിക് ആയിട്ടും സൗന്ദര്യപരമായിട്ട് നമ്മൾ നമ്മളുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. സോ ദാറ്റ് കസ്റ്റമേഴ്സ് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആണ്. ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇത് കൊള്ളാലോ, നമ്മൾ ഒരു ആടൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവില്ല, അല്ലെങ്കിൽ ഇമോഷണൽ ആവത്തില്ലേ? അപ്പൊ ആ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിനെ പിക്ക് ചെയ്യാനുള്ള ആ ഒരു പിക്കപ്പ് ലൈൻ പോലെയുള്ള സാധനമാണ് ക്രിയേറ്റീവ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് പഠിക്കാനുള്ളത് ക്രിയേറ്റിവിറ്റി എന്താണെന്നാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കാനുണ്ട്. പിന്നെ ക്രിയേറ്റീവ് കൺസിഡറേഷൻ എത്രത്തോളം കോംപ്ലക്സ് ആണെന്നുള്ളത് പഠിക്കാനുണ്ട്. ദെൻ തീംസ് ഇൻ അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ പ്ലാനിങ്, എന്തൊക്കെ തീംസ് ആണ് നമ്മൾ അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ പ്ലാനിങ്ങിൽ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പഠിക്കുക. പിന്നെ അഡ്വർടൈസിംഗ് അപ്പീൽസ് ഇൻ അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ക്രിയേറ്റീവ് കൺസിഡറേഷൻ, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നമ്മൾ ക്രിയേറ്റീവ് കൺസിഡറേഷൻ യൂസ് ചെയ്താൽ നമ്മളുടെ കമ്പനിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം. നെക്സ്റ്റ് യൂണിറ്റ് ഈസ് ACP, അതായത് അഡ്വർടൈസിംഗ് ആൻഡ് ക്യാമ്പയിൻ പ്ലാനിങ് മീഡിയ കൺസിഡറേഷൻ. സോ മീഡിയ കൺസിഡറേഷൻ എന്താണ്? മീഡിയ കൺസിഡറേഷൻ സിംപ്ലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ടിവിക്കകത്ത് അഡ്വർടൈസ്മെന്റ് കാണാം, സെയിം അഡ്വർടൈസ്മെന്റ് നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും റേഡിയോയിൽ കൂടെ ഒക്കെ നമുക്ക് കേൾക്കാം. ഒപ്പം തന്നെ നമ്മൾ പുറത്ത് റോഡിലേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ പല കടകളുടെ ഫ്രണ്ടിലും ഒപ്പം തന്നെ വലിയ പോസ്റ്റേഴ്സിലായിട്ടും ഒക്കെ കാണാം അല്ലെ? അപ്പോ ഈ മീഡിയ കൺസിഡറേഷൻ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് വെറുതെ ചെന്നിട്ട് എല്ലാ മീഡിയാസിലും ഇത് കൊടുക്കാൻ പറ്റും? ഒരിക്കലുമില്ല. നമ്മൾ എപ്പോഴും മീഡിയയെ കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് എവിടെയാണ്, ആരാണ്, ഏത് ഏജ് ഗ്രൂപ്പ് ആണ്, അല്ലെങ്കിൽ ഏത് സെക്ടേഴ്സിലുള്ളവരാണെന്ന് നമ്മൾ ആദ്യമേ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് അവരെ അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അപ്രോച്ച് ചെയ്യുന്ന ഏറ്റവും മോസ്റ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഏത് മീഡിയാസ് ആണ് അതിനെ വേണം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് അഡ്വർടൈസിംഗ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടൈപ്സ് ഓഫ് അഡ്വർടൈസിംഗ്, പ്രിപ്പറേഷൻ ഓഫ് ACP, സ്റ്റെപ്സ് ഫോർ ക്യാമ്പയിൻ പ്ലാനിംഗ്, റോൾ ഓഫ് മീഡിയ ഇൻ ACP. സോ ബേസിക്കലി ഇത്രയാണ് നമ്മൾ മീഡിയ കൺസിഡറേഷനിൽ പഠിക്കാൻ പോകുന്നത്. മെഷറിംഗ് മാർക്കറ്റിംഗ് എഫക്റ്റീവ്നെസ്, യൂണിറ്റ് നമ്പർ 6. സോ നമ്മൾ ഈ പറഞ്ഞ ക്രിയേറ്റീവ് കൺസിഡറേഷൻ, സ്ട്രാറ്റജിക് കൺസിഡറേഷൻ ആൻഡ് ലാസ്റ്റ് പറഞ്ഞ മീഡിയ കൺസിഡറേഷൻ, ഈ 3 കൺസിഡറേഷൻസും നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് ഇഫക്റ്റീവ് ആയോ, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വിസിറ്റേഴ്സ് ഈ കസ്റ്റമേഴ്സ് ആയിട്ട് കൺവേർട്ട് ആയോ എന്നൊക്കെ നമ്മൾ എങ്ങനെ അറിയും? അവിടെയാണ് മെഷറിംഗ് മാർക്കറ്റിംഗ് എഫക്റ്റീവ്നെസ്. നമ്മൾ അത് കാര്യങ്ങൾ മെഷർ ചെയ്യണം. നമ്മൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത പ്ലാൻ സക്സസ്ഫുൾ ആയോ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ടൂൾസ് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് ഇഫക്റ്റീവ്നെസ് ടൂൾസും അല്ലെങ്കിൽ സ്ട്രാറ്റജീസും ഒക്കെ ഉപയോഗിച്ചായിരിക്കും നമ്മൾ അത് മെഷർ ചെയ്യുക, അളക്കുക. ഓക്കെ, സോ മെഷറിംഗ് ഓഫ് അഡ്വർടൈസിംഗ് ഇഫക്റ്റീവ്നെസ്, ടൂൾസ് ഓഫ് മെഷറിംഗ് അഡ്വർടൈസിംഗ് ഇഫക്റ്റീവ്നെസ് എന്നൊക്കെ ടൂൾസ് ആണുള്ളത്. പിന്നെ ലിങ്ക് ആൻഡ് ദെൻ ഡിഫിക്കൽട്ടീസ് ഇൻ മെഷർമെന്റ്. നമ്മൾ ലിങ്കും ഡിഫിക്കൽട്ടീസും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.
Then next one is block number 3, marketing communication mix ആണ്. So what is marketing communication mix? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഓൾറെഡി കൊമേഴ്സ് ഗ്രാഡ്സ് ആയിട്ടുള്ളവരും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആയിരിക്കും മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. ബിക്കോസ് ഓൾറെഡി നമ്മൾ ആ ഒരു മൊഡ്യൂൾസിൽ ത്രൂ പോയിട്ടുണ്ട്, വളരെ ബേസിക് ആണ്. ബട്ട് ഹിയർ നമ്മൾ ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ചാപ്റ്റർ ആയിട്ടായിരിക്കും ഇവിടെ പഠിക്കുക. കോർ കൺസെപ്റ്റ് ആവാം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ യൂണിറ്റ് നമ്പർ 7, മാനേജിങ് സെയിൽസ് പ്രൊമോഷൻ. സോ എന്താണ് സെയിൽസ് പ്രൊമോഷൻ, അതിന്റെ പേർപ്പസ് എന്താണ്, അതിന്റെ സ്കോപ്പ് എന്താണ്? സ്കോപ്പ് എന്ന് വെച്ചാൽ എവിടെയൊക്കെ അത് ആപ്ലിക്കബിലിറ്റി ആണ്. ഇപ്പം നമ്മൾ ഫ്യൂച്ചർ സ്കോപ്പ് എന്ന് പറയുമ്പോൾ കറന്റ്ലി ഇല്ല, ഫ്യൂച്ചറിലേക്ക് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത് യൂസബിൾ ആണ് എന്നുള്ളൊരു കാര്യമാണ് സ്കോപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ അഡ്വർടൈസിങ്ങും സെയിൽസ് പ്രൊമോഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? റീസെന്റ് ട്രെൻഡ്സ് ആൻഡ് സക്സസ്ഫുൾ MSP. MSP മീൻസ് മാനേജിങ് സെയിൽസ് പ്രൊമോഷൻ. സോ റീസെന്റ് ട്രെൻഡ്സ് എന്താണെന്ന് പറയാം. പണ്ടൊക്കെ നമ്മൾ ടിവിയിലും പത്രത്തിലും അതേപോലെ തന്നെ പോസ്റ്റേഴ്സിലും റേഡിയോയിലും ഒക്കെ മാത്രമായിട്ട് ഒതുങ്ങിയിരുന്ന അഡ്വർടൈസ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പോലെയുള്ള ട്വിറ്റർ പ്ലാറ്റ്ഫോംസിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ആ ഒരു ട്രെൻഡ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. പണ്ടൊക്കെ റേഡിയോയിൽ നിന്ന് എന്താ പറയാ ടിവിയിലേക്കും, ടിവിയിൽ നിന്ന് ഇപ്പോ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലേക്കും എത്തുന്ന ഒരു രീതിയായി. സോ അതിന്റെയാണ് നമ്മൾ ട്രെൻഡ്. പിന്നെ സക്സസ്ഫുൾ MSP, മാനേജിങ് സെയിൽസ് പ്രൊമോഷൻ സക്സസ്ഫുൾ ആയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പൊ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ യൂണിറ്റ് നമ്പർ 8, ഡയറക്ട് മാർക്കറ്റിംഗ്. ആസ് ദി നെയിം സേസ്, ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ സ്വയം നമ്മുടെ കമ്പനി ബിഹാഫിൽ തന്നെ, കമ്പനിയുടെ ആൾക്കാർ തന്നെ ആൾക്കാരിലേക്ക് ഡയറക്ട്ലി സാധനം വിൽക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് അവർ നേരിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 1-on-1 അല്ലെങ്കിൽ പിന്നെ ഒരു റിപ്രസെന്റേറ്റീവ് ചെന്ന് അവർക്ക് ആ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു കൊടുത്ത് എൻകറേജ് ചെയ്ത് വാങ്ങിപ്പിക്കുന്ന ഒരു സ്റ്റേജ് ആണ് നമ്മൾ ഡയറക്ട് മാർക്കറ്റിംഗ് പറയുന്നത്. ആൻഡ് മീനിങ് ആൻഡ് പേർപ്പസ്, മെറിറ്റ്, ഡിമെറിറ്റ്സ് ഒക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് ഡയറക്ട് മാർക്കറ്റിംഗിന്റെ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ് എന്തൊക്കെയായിരിക്കും ഡയറക്ട് മാർക്കറ്റിംഗിൽ കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ എന്തൊക്കെ ടെക്നിക്സ് ആവും നമ്മൾ കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഡയറക്ട് മാർക്കറ്റിംഗിന്റെ ഗ്രോത്ത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, പിന്നെ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഡയറക്ട് മാർക്കറ്റിംഗ് കൂടെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഡയറക്ട് മാർക്കറ്റിംഗിന് വേണ്ടത് എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓബ്വിയസ്ലി ഈച്ച് ആൻഡ് എവറി സെക്ടറിലെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് വേറെ ആയിരിക്കും. മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ഉള്ള ഒരേ കമ്പനി കാണാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന കസ്റ്റമറിന്റെ ആവശ്യാനുസരണം നമ്മൾ ആ ആവശ്യങ്ങൾ അറിഞ്ഞു വേണം അവർക്ക് നമ്മൾ ആ പ്രൊഡക്റ്റ് സെല്ലാക്കാൻ വേണ്ടിയിട്ട്. ഇഫ് ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ, സേ ഒരു ഷാംപൂ ആയിക്കോട്ടെ, ആ ഷാംപൂ നമ്മളിപ്പം അവർക്ക് സെല്ലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ഹെയർ ആണോ അല്ലെങ്കിൽ ഓയിലി ഹെയർ ആണോ എന്നൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി നമ്മളുടെ ആ ഒരു പ്രൊഡക്റ്റിനെ സെല്ലാക്കേണ്ട ഒരു ഒരു കാര്യം കൂടെ ഉണ്ട് ഡയറക്ട് മാർക്കറ്റിംഗിൽ. കണ്ടിട്ടില്ലേ, മോൾസിലൊക്കെ പോകുന്നുണ്ടെ ബ്യൂട്ടി സെക്ടർ അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻസിലൊക്കെ പല പല ബ്രാൻഡ്സിന്റെ ഓരോ ആൾക്കാർ, സെയിൽസ് പേഴ്സൺസ് വന്ന് നമ്മളോട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് 1-on-1 ആയിട്ട് അവർ അസിസ്റ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് ലൈക്ക് അവരുടെ എൻഡിൽ നിന്ന് അത് സെല്ലാക്കിക്കുന്നത്. സോ അതൊക്കെ ഓർത്താൽ മതി. നമ്മളുടെ ഡെയിലി നമ്മൾ കണ്ടുവരുന്ന മാർക്കറ്റിംഗ് ടെക്നിക്സ് ഒക്കെ തന്നെ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ദെൻ യൂണിറ്റ് നമ്പർ 9, പബ്ലിസിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻ. പബ്ലിസിറ്റി, പബ്ലിക് റിലേഷൻ. പബ്ലിസിറ്റി എന്ന് പറയുമ്പോൾ പബ്ലിസിറ്റി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾക്ക് പബ്ലിസിറ്റിയുടെ കാര്യം അറിയാം. ഇനി പബ്ലിക് റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കണം. സോ പബ്ലിക് റിലേഷൻ ബേസിക്കലി നമ്മുടെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ന്യൂസ് ലെറ്റേഴ്സ്, ഇന്റർവ്യൂസ് ഒക്കെ കസ്റ്റമേഴ്സിനെ നമ്മൾ എപ്പോഴും ഇവിടെ ഉണ്ട്, ഈ ഒരു കമ്പനി എപ്പോഴും ഇവിടെ ഉണ്ട്, നിങ്ങളുടെ പ്രൊഡക്റ്റ് എപ്പോഴും ഇവിടെ ഉണ്ട് എന്നൊക്കെയുള്ള ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇമെയിൽ ഒക്കെ അയക്കുമ്പോ കസ്റ്റമേഴ്സിൽ ആ ഒരു വിശ്വാസം, എന്നെ നോട്ടീസ് ചെയ്യുന്നുണ്ട്, എന്റെ കമ്പനി ഞാൻ വാങ്ങിയ സാധനത്തെ പറ്റി അവർ വാല്യൂ ചെയ്യുന്നുണ്ട്, ആ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നതാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. സോ അതിന്റെ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നതാണ്. റോൾസ് ഉണ്ട്, സ്കോപ്പ് ഉണ്ട്, ടൈപ്പ്, ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫങ്ഷൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻസ് ആണ്. സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിസിറ്റി, പിന്നെ പബ്ലിസിറ്റിയും
പബ്ലിക് റിലേഷനും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് നമ്മൾ യൂണിറ്റ് നമ്പർ 9 പഠിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് യൂണിറ്റ് നമ്പർ 10, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ IMC, ബഡ്ജറ്റ് കൺസിഡറേഷൻ. സോ ബഡ്ജറ്റ് കൺസിഡറേഷൻ എന്താണ്? നമ്മൾ എപ്പോഴും മീഡിയാസിൽ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും ഒരു കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. ബഡ്ജറ്റ് എന്ന് വെച്ചാൽ നീക്കിയിരിപ്പ്. നമ്മൾ എപ്പോഴും ഇപ്പൊ ഇത്ര രൂപ മാത്രം നമ്മൾ നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടതാണ്. കാരണം എന്താണ്? പ്രൊഡക്റ്റിന്റെ പ്രൈസും ഈ മാർക്കറ്റിംഗിന്റെ പ്രൈസും സംവാട്ട് റിലേറ്റബിൾ ആണ്. ഈവൻ ഇഫ് അതൊരു ഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ പോലും അതെന്താണ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ആൻഡ് നമ്മൾ അത് ഓവർ ഹെഡിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ മണ്ടയ്ക്ക് അത് ഇമ്പോസ് ചെയ്യാറുണ്ട്. ഈ മാർക്കറ്റിംഗ് കോസ്റ്റ് ഒക്കെ ഒത്തിരി ഹൈ ആയിരിക്കും പല ഡിഫറെന്റ് പ്രോഡക്ട്സിൽ. ഓക്കെ, സോ അതിന്റെ എങ്ങനെയാണ് ബഡ്ജറ്റിംഗ് ചെയ്യുക, ബഡ്ജറ്റിംഗ് എന്താണ്, IMC ബഡ്ജറ്റിംഗ് എന്താണ്, പിന്നെ ഏതൊക്കെ ടൂൾസും ടെക്നിക്സും ഉണ്ട് നമ്മൾ ഈ IMC ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇൻകം അപ്രോച്ച് ഉണ്ട്, എക്സ്പെൻഡിച്ചർ അപ്രോച്ച് ഉണ്ട്, അല്ലെ? സോ ആ ഇൻകം അപ്രോച്ചും എക്സ്പെൻഡിച്ചർ അപ്രോച്ചും വെച്ചാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആവും ഇവിടെ ബഡ്ജറ്റിംഗ് ചെയ്യുമ്പോഴും പല ടൈപ്പിലെ അപ്രോച്ചസും പല ടൈപ്പിലെ മെത്തഡ്സും ഉണ്ട്. ദെൻ അലോക്കേറ്റിംഗ് ദ ബഡ്ജറ്റ്, എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുക, നീക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓരോ സാധനത്തിലേക്ക് മാറ്റി വെക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇപ്പോ പല മൾട്ടിപ്പിൾ മീഡിയാസിലായിരിക്കും നമ്മൾ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ആ പല രീതിയിൽ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ഇത് നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു ഐഡിയ കാണും ഏറ്റവും ഇമ്പോർട്ടന്റ് എവിടെയാണ്. ചിലപ്പോൾ ഇൻസ്റ്റയിലാക്കി നമ്മൾ കൂടുതൽ, നമുക്ക് ഓൺലൈൻ ത്രൂ ഇൻസ്റ്റയിലായിരിക്കും റിക്വസ്റ്റ് വരിക. അപ്പൊ നമ്മൾ അവിടത്തേക്ക് കൂടുതൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാശ് അലോട്ട് ചെയ്ത് വെക്കും. പിന്നെ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ മീഡിയാസും വരിക. സോ അങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് IMC ബഡ്ജറ്റ് കൺസിഡറേഷൻ വരിക. Then it is number 4, strategies for IMC. Then unit number 11, media buying changing paradigm. So strategies for IMC എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ തന്ത്രം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ IMCയിൽ ഒരു കമ്പനിയിൽ എന്താണ് ആ IMC ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് വേണ്ടത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ആ ഒരു IMCയുടെ ഇംപ്ലിമെന്റേഷൻ നടത്താൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് നമ്പർ 4 പഠിക്കുന്നത്. മീഡിയ ബൈങ് ചേഞ്ചിങ് പാരഡംസ്. സോ വാട്ട് ഇസ് ചേഞ്ചിങ് പാരഡംസ്? മീഡിയ ബൈങ് നമുക്ക് മനസ്സിലാവും. ചേഞ്ചിങ് പാരഡംസ് എന്ന് വെച്ചാൽ കാഴ്ചപ്പാടിനെ മാറ്റാം. ഇപ്പോഴുള്ള കാഴ്ചപ്പാട് നമ്മൾ മാറ്റി ചിന്തിക്കുക എന്ന് പറയുന്നതാണ് ചേഞ്ചിങ് പാരഡംസിൽ വരിക. അപ്പോൾ യൂണിറ്റ് നമ്പർ 11 മീഡിയ ബൈങ്ങിൽ വരുന്നത്, മീഡിയ ബൈങ് അതായത് നമ്മളിപ്പോ ഒരു സോഷ്യൽ മീഡിയ ലൈക്ക് അവിടെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഓർക്കും ഏത് ടൈം സ്ലോട്ടില് എത്ര ഫ്രീക്വന്റ് ആയിട്ട് ഏതൊക്കെ രീതിയിൽ ആർക്ക് കാണും വിധമായിരിക്കണം നമ്മൾ ആ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യേണ്ടേ എന്നുള്ളൊരു ഡിസിഷൻ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഡിസിഷൻ ആണ്. കാരണം നമ്മൾ അത്ര സ്പെൻഡ് ചെയ്യുന്നതാണ് ഒരു കമ്പനി. സോ നമ്മൾ എങ്ങനെയൊക്കെ രീതിയിൽ പ്രൊമോട്ട് ചെയ്താൽ പറ്റും എന്ന് നമ്മൾ ചിന്തിച്ചേ പറ്റത്തുള്ളൂ. സോ അതാണ് നമ്മൾ ഇവിടെ യൂണിറ്റ് നമ്പർ 11 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മീനിങ്, റോൾസ്, ടൈപ്സും ചേഞ്ചസും ഒക്കെ പഠിക്കുന്നുണ്ട്. ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഈ ട്രെൻഡിൽ വരുന്ന അതേ ചേഞ്ചസ് ആയിരിക്കും. പിന്നെ എങ്ങനെയാണ് മീഡിയ ബൈയിങ്ങിന്റെ പ്രൊസീജിയർ വരുന്നത്, ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഓർത്തോ ഹെർബ് എൽഡർലി ആയിട്ടുള്ള വയസ്സുള്ള ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അപ്പൊ ഏറ്റവും കൂടുതൽ എന്താണ് ന്യൂസ് പേപ്പേഴ്സ്, അതേപോലെ തന്നെ ന്യൂസ് ചാനൽസ് ഒക്കെ ആയിരിക്കും TV-യിലാണെങ്കിൽ കാണാം. അപ്പൊ അവരെന്ത് ചെയ്യും, ഒന്ന് ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കാൻ ശ്രമിക്കും. അതേപോലെ തന്നെ നമ്മൾ എൽഡർലി ആയിട്ടുള്ള ആൾക്കാര് കാണുന്ന ഒരു ടൈമിൽ വരെ, അതായത് സേ ഒരു 10 മണി വരെ ആയിരിക്കും മാക്സിമം അവർ കാണുക, രാത്രി 10 മണി വരെ. അപ്പൊ ആ ഉള്ളൊരു 7 to 10 എന്നുള്ള ഒരു ടൈം സ്ലോട്ട്സ് ആയിരിക്കും അവരെടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ടൈം സ്ലോട്ട്സ് ഒക്കെ അവർ നോക്കി ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ്, ഇത്ര ഏജ് ഗ്രൂപ്പിലുള്ള വ്യൂവേഴ്സ് എവിടെയാണ് കൂടുതലുള്ളത്, അവിടെ നമ്മൾ ഇതിനെ മീഡിയ ബൈയിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ മീഡിയ ബൈയിങ് പ്രൊസീജിയേഴ്സ്, പിന്നെ അതിന്റെ ട്രെൻഡ്സ് ആണ് നോക്കുന്നത്.
പിന്നെ വെബ് 3.2 ഇസ് ബേസിക്കലി ഇന്റർനെറ്റിനെ പറ്റി തന്നെ നമ്മൾ കൂടുതൽ അത് നമ്മളുടെ യൂണിറ്റ് നമ്പർ 11 പഠിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് യൂണിറ്റ് നമ്പർ 12, legal and ethical issue. So legal aspect in IMC, ethical issues in IMC. ലീഗൽ എന്തായിരിക്കും? നമ്മളുടെ കമ്പനിക്ക് എപ്പോഴും അഡ്വർടൈസ്മെന്റ് നമ്മളുടെ പ്രൊഡക്റ്റിനെ പറ്റി കൊടുക്കുമ്പോൾ ഒരിക്കലും മിസ്ലീഡിംഗ് ആയിട്ടും മിസ് റിപ്രസെന്റേറ്റീവും ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കാൻ പാടില്ല. അതായത് ഒരിക്കലും തെറ്റിദ്ധാരണ ഉയർത്തുന്ന പോലത്തെ ഒരു രീതിയിലുള്ള പ്രൊഡക്റ്റിനെ വളച്ചൊടിച്ച് കാണിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മറച്ചു വെക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോ അത് നമ്മൾ അത് പ്രകാരം എല്ലാ കസ്റ്റമേഴ്സിനും അതിന്റെ ഇൻഗ്രീഡിയന്റ്, പ്രൈസ് എല്ലാം നമ്മൾ വിസിബിൾ ആക്കണമെന്ന് നിർബന്ധമാണ്. സോ ലീഗൽ ആസ്പെക്ട് നമ്മൾ അങ്ങനെ കുറെ പഠിക്കേണ്ടി വരും. അതിനോടൊപ്പം തന്നെ എത്തിക്കൽ ആസ്പെക്ട്. എത്തിക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? എത്തിക്സ് എന്ന് വെച്ചാൽ നമ്മളുടെ ന്യായം, എല്ലാവർക്കും ന്യായം എന്ന് പറയുന്ന ഒരു ഫാക്ട് പേഴ്സണൽ ആണ്. സബ്ജക്ട് നമ്മുടെ പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യമാണ് ന്യായം. ഇപ്പം എനിക്ക് ന്യായം എന്ന് തോന്നുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ന്യായം എന്ന് തോന്നില്ല. അപ്പോ അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ നേരത്തെ അത് സ്റ്റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പല മാമർത്ത് പോലെയുള്ള കമ്പനീസിന്റെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ എത്തിക്കൽ ആയിട്ടുള്ള ഇതിൽ വരുത്തുന്നതാണ്. ഒന്ന് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യില്ല, പ്ലസ് ആനിമൽ ക്രുവൽറ്റിക്ക് എതിരെയാണ്. അവരങ്ങനെ ആനിമൽ ക്രുവൽറ്റി ത്രൂ ഒന്നും അവർ യൂസ് ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പ്രൊഡക്റ്റിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ അതൊക്കെയാണ് എത്തിക്കൽ ഇഷ്യൂസിന്റെ അല്ലെങ്കിൽ എത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ പുറകിൽ വരാം, ഇഷ്യൂസ് ആയിട്ട് വരാം. പിന്നെ സ്റ്റെപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഇൻ ഹാൻഡ്ലിംഗ് ഇഷ്യൂസ്. ലീഗലായിട്ടും എത്തിക്കലായിട്ടും എന്തെങ്കിലും ലിറ്റിഗേഷനോ അല്ലെങ്കിൽ കേസോ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, സ്ട്രാറ്റജിക് ആയിട്ട് എങ്ങനെ ഡിസിഷൻ എടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സോ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ് ഈ ചാപ്റ്റർ. Then next one is unit number 13, consumer movement in India and its implications. So എന്താണ് കൺസ്യൂമർ മൂവ്മെന്റ് ഇൻ ഇന്ത്യ? കൺസ്യൂമർ മൂവ്മെന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ആരായിരുന്നു ലീഡ് ചെയ്യുന്നത്? ഫാദർ ഓഫ് കൺസ്യൂമർ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. അത് ആരാണ് അങ്ങനെ അറിയപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒപ്പം തന്നെ അതിന്റെ ഇംപ്ലിക്കേഷൻ, അതായത് ആഫ്റ്റർ ഇഫക്ട് എങ്ങനെയായിരുന്നു, ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ലോയർ, റെഗുലേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു വന്നത് എന്നൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതാണ് ഹിസ്റ്ററി, എവല്യൂഷൻ ആൻഡ് കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലീഗൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട്സ് കൺസ്യൂമർ മൂവ്മെന്റിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇവിടെ. നമ്മൾ ചെയ്യുന്നതാണ് റിലേഷൻ ബിറ്റ്വീൻ IMC ആൻഡ് കൺസ്യൂമർ മൂവ്മെന്റ്. അപ്പോ ഈ IMCയുടെയും ഒപ്പം തന്നെ നമ്മൾ കൺസ്യൂമർ മൂവ്മെന്റിന്റെ റിലേഷനും നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതാണ് നമ്മൾക്ക് യൂണിറ്റ് നമ്പർ 13 പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് യൂണിറ്റ് നമ്പർ 14, സ്ട്രാറ്റജീസ് ഫോർ ഇന്റഗ്രേറ്റിംഗ് ദി IMC എലമെന്റ്സ്. സോ എലമെന്റ്സ് ഓഫ് IMC നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. എങ്കിൽ പോലും നമ്മൾ യൂണിറ്റ് നമ്പർ 14 ഒന്നും കൂടെ ബ്രഷപ്പ് ചെയ്തെടുക്കുന്നുണ്ട്, പിന്നെ റിവൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ആ റീകളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആവും കണക്ട് ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങളും. അപ്പോ ഇവിടെ വരുന്നത് സ്ട്രാറ്റജീസ് ഫോർ ഇന്റഗ്രേഷൻ ഓഫ് IMC. അതായത് IMCയുടെ എല്ലാ ഫാക്ടേഴ്സിനെയും നമ്മൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം, ഈ ഫാക്ടേഴ്സ് IMCയും IMCയുടെ എല്ലാ ഫാക്ടേഴ്സിനെയും കൂടെ ഒരുമിച്ച് എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിച്ച് ആ ഒരു കാര്യത്തിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എടുക്കണം എന്നൊക്കെയാണ് നമ്മൾ സ്ട്രാറ്റജീസ് ഫോർ ഇന്റഗ്രേഷൻ ഓഫ് IMCയിൽ പഠിക്കുന്നത്. The next one is concept of marketing collateral and IMC. എന്തൊക്കെയാണ് കൺസെപ്റ്റ്സ്, എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് കൊലാട്രൽ എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് കൊലാട്രൽ വേറെ ഒന്നുമല്ല, പ്രൊമോഷണൽ വീഡിയോസ്, പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഒക്കെ, ഈ കണ്ടന്റും മാർക്കറ്റിംഗും ഒക്കെ തന്നെയാണ് നമ്മൾ മാർക്കറ്റിംഗ് കൊലാട്രൽ എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുമായിരിക്കും. അപ്പോ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് കൊലാട്രൽ ആൻഡ് IMC, ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോ ഇതിന്റെ എങ്ങനെയാണ് റിലേഷൻ വരുന്നത് മാർക്കറ്റിംഗ് കൊലാട്രലും IMCയും തമ്മിൽ എന്നൊക്കെയാണ് ഇവിടെ നമ്പർ 14 നമ്മൾ പഠിക്കുക. നമ്മൾ നമ്മുടെ ഓൾ 4 ബ്ലോക്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് യൂണിറ്റ് ബൈ യൂണിറ്റ് എന്താണ്, എന്തൊക്കെ കൺസെപ്റ്റ് ആണ് ഇതിൽ പഠിക്കുക എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്ലീസ് അപ്കമിങ് വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാം. ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക് യു.